ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് വെർഗോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഇമെയിൽ അയയ്ക്കാം. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ ചിലപ്പോൾ റീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ അത് മിസ്സായി പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാട്സാപ്പിൽ ചാറ്റ് അയച്ചോളൂ, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. അവിടെയും വേണമെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാം. പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മെസ്സേജസ് വരണേ എന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 2 of Wands. നിങ്ങളുടെ പാസ്റ്റ് എനർജി Ace of Cups. നിങ്ങളുടെ കറണ്ട് എനർജി 10 of Pentacles. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 3 of Pentacles. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം ഫൂൾ എനർജി. നിങ്ങളുടെ അഡ്വൈസ് 7 of Wands. സർപ്രൈസ് ഫാക്ടർ, ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ വെർഗോ നിങ്ങളുടെ ഓവറോൾ എനർജി 2 of Wandsൻ്റെ ആണ്. ഇത് ഒരു പ്ലാനിങ് എനർജിയാണ്. പറഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യണു. എന്തോ ഒരു ഡിസിഷൻ എടുക്കാണ്ട് നിങ്ങൾക്ക് ഈ മാസം. എന്താണ് ഈ ഡിസിഷൻ? എന്തോ കുറേ സ്ട്രെസ്സുള്ള ഡിസിഷനാണ് ഇത്. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കുറേ ആങ്സൈറ്റി ഉണ്ട് ഇതിനെക്കുറിച്ച്. മേ ബി വർക്ക് റിലേറ്റഡ് ആയിരിക്കാം. എന്നുവെച്ചാൽ ഇവിടെ 8 of Pentacles. നിങ്ങൾ കുറേ ഒരു കാര്യത്തിൽ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. കുറേ നിങ്ങളുടെ എനർജി ആ കാര്യത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊരു കരിയർ കാര്യമാവാം, ഇല്ല വെച്ചാൽ റിലേഷൻഷിപ്പ് ആണെച്ചാലും എന്തോ ഒരു വലിയ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ആ ഡിസിഷൻ എന്താണെന്ന് ഇതുവരെ നിങ്ങൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ഇത് ബാധിക്കാമെന്ന് അതൊക്കെ പ്ലാൻ ചെയ്യണു. എന്താ എനിക്ക് ഡിസിഷൻ എടുക്കണ്ടേന്ന് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നടക്കണ്ട. ഇപ്പോൾ ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി. അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്, ഒരു പുതിയ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഏസ് ഓഫ് കപ്സ്. 6 of Swords ഉണ്ട് ഇവിടെ. 6 of Swords ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകണ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്തോ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. എന്നുവെച്ചാൽ ഇവിടെ 2 പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി കാണാണ്ട്. ഒന്ന് കരിയറിൽ, ഒന്ന് റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് കരിയറിൽ ഒരു പുതിയ ജോബോ പുതിയ ബിസിനസ്സായിരുന്നു. മറ്റവർക്ക് ഇത് ഒരു പുതിയ റിലേഷൻഷിപ്പായിരുന്നു. പക്ഷേ എന്തായാലും നിങ്ങളുടെ പാസ്റ്റിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ എനർജി ഇംബാലൻസ്ഡ് ആയിരുന്നു. അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് ആണ് പോണത്. ഈ കറണ്ട് എനർജിയിൽ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ കാണുന്നത് കുറേ എബണ്ടൻസ് ആണ് നിങ്ങളുടെ എനർജിയിൽ. കുറേ സക്സസ് ഉണ്ട് കരിയറിൽ. എസ്പെഷ്യലി കുറേ ഒരു ബൾക്ക് മണി വരണ എനർജി ഉണ്ട്. അപ്പോൾ എന്തോ ബോണസോ ഇല്ല വെച്ചാൽ ഒരുമിച്ച് പൈസ വരണ എനർജി കാണാണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കാം. നിങ്ങൾ വേറെ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാസം കിട്ടുന്നുണ്ടാവും. പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുമ്പോൾ ഈ
എബണ്ടൻസും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ എന്തോ പുതിയ കാര്യം പഠിക്കാൻ നോക്കണു, ഓൺലൈൻ റീസേർച്ച് ചെയ്യണു, ഇല്ല വെച്ചാൽ ഒരു പുതിയ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണു, അവരെ കൂടുതൽ നല്ല പോലെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറേ ക്യൂരിയോസിറ്റി ഉണ്ട് അവരെക്കുറിച്ച്. അപ്പം നിങ്ങൾ കൂടുതൽ അവരെക്കുറിച്ച് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണു എന്ന് വെച്ചാൽ അവർക്ക് എന്താ ഇഷ്ടം, എന്താ ഇഷ്ടമില്ലാത്ത, അങ്ങനത്തെ ബേസിക് ഡീറ്റെയിൽസോ എന്തെങ്കിലും അവരുടെ ഫാമിലീനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ റീസേർച്ച് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ റീസേർച്ച് ആയിരിക്കും, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കണോ. അപ്പോൾ അതും ആവാം. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 3 of Pentacles ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു കൊലാബറേഷൻ ഞാൻ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ, കുറേ ട്രാവൽ എനർജി ഉണ്ട്, എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ റിലേഷൻഷിപ്സിൻ്റെ എനർജിയും കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ ചിലവർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ റിലേഷൻഷിപ്സൊക്കെ കാണുന്നത് ടെമ്പററി റിലേഷൻഷിപ്സാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, ഞാൻ അത്രയൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് കാണില്ല ഇവിടെ. ഇത് ഒരു റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ മേ ബി അത് മുമ്പോട്ട് പോകേണ്ട വെച്ചാൽ അതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ജോബിൻ്റെ കാര്യമാണ് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഫ്യൂച്ചറിൽ റിലേഷൻഷിപ്പും ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു ടെമ്പററി റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഒരു പേഴ്സൺ കുറേ ഒരു ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവർ മുമ്പും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടച്ച് ഇല്ലാണ്ടായി, അവർ കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി. ഇപ്പോൾ ആദ്യം ആ പേഴ്സൺ തിരിച്ചു വരണ എനർജി കാണാണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത്. ഫുൾ എനർജി ഉണ്ട് ഇവിടെ നിങ്ങളുടെ ചാലഞ്ചായിട്ട്. അപ്പോൾ ഈ മാസം ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ എന്തോ കുറേ പറഞ്ഞാൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ, കരിയറിൽ. കുറേ ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ചിലവർ നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനർജീസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്ന് പുറത്ത് നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ല അതിനൊക്കെ. ഓക്കെ, ആ സിറ്റുവേഷൻസ് ഇപ്പോഴും നിങ്ങളെ കുറേ അതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറേ ഒരു വിഷമം ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ. പക്ഷേ ഇവരെയൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവണില്ല ആരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക, ആരാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പേഴ്സൺ പറഞ്ഞാൽ. അങ്ങനത്തെ കുറേ മനസ്സിൽ ഒരു ഡൗട്ടുണ്ട് നിങ്ങൾക്ക്. ആ ഒരു നല്ല പേഴ്സൺ വന്നാലും നിങ്ങൾക്ക് ആ ഒരു പേടിയുണ്ട്, അത് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ 7 of Wands ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് പറയണത് ഇവിടെ എന്താ വെച്ചാൽ ചില ചാലഞ്ചസ് കാണാണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ചാലഞ്ചസ് വരുമ്പോൾ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പതുക്കെ മുമ്പോട്ട് പോയാൽ മതി, അങ്ങനെ ഒരു ധൃതിയൊന്നുമില്ല ഒന്നിലും. ഡിസിഷൻസ് എടുക്കണതും നിങ്ങൾ മെല്ലെ മതി ഡിസിഷൻസ് എടുക്കുക, എല്ലാം നോക്കിയിട്ട് മതി ഡിസിഷൻസ് എടുക്കുക, എല്ലാം ആലോചിച്ചിട്ട് മതി ഡിസിഷൻസ് എടുക്കുക. പക്ഷേ മുമ്പോട്ട് പോവുക എന്നുവെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റാഗ്നൻ്റ് ആയിരിക്കാൻ പറ്റില്ല. പാസ്റ്റ് ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ, അത് ശരിയായില്ല, ഒരു റിലേഷൻഷിപ്പ്, ഒരു ജോബ്, അത് ലെറ്റ് ഗോ ചെയ്യുക. എന്നുവെച്ചാൽ ഇപ്പോൾ വരാൻ പോവാണ് ഞാൻ പറഞ്ഞ മാതിരി കുറേ ബ്ലെസ്സിങ്സ് ഉണ്ട്, കുറേ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെ മിസ് ഔട്ട് ചെയ്യണ്ട. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ കാര്യങ്ങൾ പ്രൊട്ടക്റ്റും ചെയ്യണം. അപ്പോൾ എല്ലാം സൂക്ഷിച്ചിട്ട് കെയർഫുള്ളി ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, പക്ഷേ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ ആ സെയിം പാസ്റ്റിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കാണുന്നത് ഹിഡൻ ഫാക്ടറിൽ ക്വീൻ ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഒരു ഫയർ സൈൻ ഇവിടെ ആദ്യം കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ ആരാണ്? 3 of Cups. അപ്പോൾ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ. പക്ഷേ ഈ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നുവെച്ചാൽ അവരുടെ ഇൻറ്റൻഷൻ ശരിയല്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത് സൂക്ഷിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് വരും, പക്ഷേ അതിൽ ചിലവർ ഇപ്പോഴും
അവരുടെ ഇൻറ്റൻഷൻസ് ശരിയല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. എസ്പെഷ്യലി ഈ പാസ്റ്റ് പേഴ്സൺ ഒട്ടും നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈറോഫാണ്ട് ഇവിടെ ഉണ്ട്, ടോറസ് എനർജി. ഇതൊരു ട്രഡിഷൻ്റെ എനർജിയാണ്, മാരേജിൻ്റെ എനർജിയാണ്. എന്തോ പാസ്റ്റ് ബാഗേജ് നിങ്ങളോട് റിലീസ് ചെയ്യാനാണ് പറയണത്. ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ അത് ഇപ്പോൾ തീർന്നു. നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് പുറത്ത് വരണു, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. ആൻഡ് ഇവിടെ ഉണ്ട് സ്റ്റാർ, ഹീലിംഗ് എനർജി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ഹീലിംഗ് ഉണ്ട്, കുറേ ഒരു പുതിയ ഒരു ഹോപ്പുള്ള എനർജിയാണ് ഇത് സ്റ്റാർ. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ എനർജീസ് കുറേയും കൂടിയും ബ്യൂട്ടിഫുൾ എനർജീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക, എല്ലാം ശരിയാവുമെന്ന്, യൂണിവേഴ്സ് എല്ലാം ശരിയാക്കും എന്ന് അങ്ങനെ ഒരു ബിലീഫ് വയ്ക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് വെർഗോ. ഇവിടെ എക്വേരിയസ് എനർജി ഉണ്ട്, ലീബ്ര, ടോറസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സൈൻസ് ഉണ്ട് ഇവിടെ. അക്വേരിയസ്, ലീബ്ര, ജെമിനി ആണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ബിഗിനിങ്സ് ഒക്കെ ഉണ്ടാവുന്നത് സെപ്റ്റംബർ തൊട്ടിട്ട് നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് പറഞ്ഞ് ഡിസംബർ വരെ ആണ് എനർജീസ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ പുതിയ ബിഗിനിങ്സ് ഒക്കെ കുറേ വരുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ അതുവരെ നിങ്ങൾക്ക് അതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ എന്നെ വാട്സാപ്പ് മെസ്സേജ് ഇടുക. എന്നുവെച്ചാൽ കോൾസ് എനിക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.